പ്രോബ് എന്ന് പറയുന്ന ഞാൻ മനസ്സിലാക്കി നീഡിൽ സ്വഭാവത്തിലുള്ള പല സർജറികൾക്കും പലതരം പ്രോബുകൾ ഉണ്ടാവുമല്ലോ, അതിന് എത്ര രൂപ വില വരും? അതിന്റെ മെയിൻ്റനൻസിന് എത്ര രൂപ ചെലവ് വരുന്നതാണ്? അതെ, ഈ പ്രോബ് നമുക്ക് ഏതാണ്ട് ഒരു ഉദ്ദേശം നമ്മുടെ ഇവിടുത്തെ പേഷ്യൻ്റ് ടേൺ ഓവർ അനുസരിച്ച് ഉദ്ദേശം 1 മാസം വരെ അത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവും, അത് ഒടിയും. ഇതിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള കഴിഞ്ഞ പർച്ചേസ് വരെ അതിൻ്റെ വില 38,800 അങ്ങനെ എന്തോ ഒരു വിലയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മെഷീൻ വരുന്ന കാലം മുതലേ ഇത് ആദ്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തുടക്കത്തിൽ ഈ മെഷീൻ ഏതാണ്ട് 16,000 രൂപ എന്തോ ആയിരുന്നു അതിൻ്റെ ഒരു പ്രോബിൻ്റെ വില. അത് ആ കാലാകാലങ്ങളിൽ അത് കൂടിക്കൊണ്ടേയിരിക്കും, കൂടി ഓരോ പർച്ചേസ് കഴിയുമ്പോഴും അത് അടുത്ത പർച്ചേസ് ആകുമ്പോൾ അവരത് വില കൂട്ടും. കാരണം ഇത് പുറമേ നിന്ന് വരുന്ന ഫോറിനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഈ റുപ്പിയുടെ വില പിന്നെ എന്തൊക്കെയോ അനുസരിച്ചിട്ട് അതിൻ്റെ വിലയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരും. പക്ഷെ അതൊന്നും എന്നെ സംബന്ധിച്ചോ അല്ലെങ്കിൽ രോഗികളെ സംബന്ധിച്ചോ അതൊരു പ്രശ്നമാവരുത്. അങ്ങനെ വില വ്യത്യാസം വരുന്നെങ്കിൽ അത് പരിഹരിക്കാനോ അത് എന്താണ് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടതെന്നതൊക്കെ ഇതിൻ്റെ ബ്യൂറോക്രസിയിലുള്ളവരാണ്, അഡ്മിനിസ്ട്രേഷനിലുള്ളവരുടെ ജോലിയാണ്. അത് അവർ കൃത്യമായിട്ട് ചെയ്യണം. ഇതിപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവൻ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ അസ്വസ്ഥതയുടെ ഭാഗമാണ്. അപ്പം ഇതുപോലുള്ള ചെറിയ സാമ്പത്തിക ചെറിയ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ ക്ലറിക്കൽ പ്രശ്നങ്ങളോ ഒന്നും ഇതിനെ സ്പെസിഫിക്കായി ചോദിച്ചത്, ഒരു മാസം ഇത്തരത്തിലുള്ള എത്ര പ്രോബുകൾ വേണം യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ മാത്രം? യൂറോളജിയിലെ ഈ ലിത്തോക്ലാസിന്റെ പ്രോബ് ഒരെണ്ണമാണ് നമുക്ക് 1 മാസത്തേക്ക് വേണ്ടുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ ഉള്ളത് ഈ മാസം ഇഷ്യൂ ചെയ്ത പ്രോബാണോ അതോ അല്ലെങ്കിൽ അത് സ്റ്റോക്ക് ഉണ്ടോ, എന്താണ് അവസ്ഥ? അല്ല, ഇതിന് മുമ്പും ഇതേപോലെ പ്രശ്നം വന്നിരുന്ന പ്രോബ് ഇതുപോലെ നമ്മൾ ഓർഡർ ചെയ്തിരുന്നു, പ്രോബ് കിട്ടിയില്ല. അപ്പോൾ പ്രോബ് തീരുന്ന കാര്യങ്ങൾ ആ മുറയ്ക്ക് ഞാൻ അവരെ അറിയിക്കുന്നുണ്ട്. അത് അവസാനം ലാസ്റ്റ് പ്രോബും പൊട്ടിയപ്പോൾ അന്ന് ഞാൻ വളരെ അതിനെപ്പറ്റി രൂക്ഷമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കുകയും അത് പിന്നെ അന്ന് ഈ HDS ഓഫീസിൽ ഉള്ള ക്ലർക്കിനെ ഒക്കെ വിളിച്ച് അവർ പിന്നെ അത് അന്ന് നോക്കി അവരത് പിന്നെ അന്ന് അതിൻ്റെ ഓർഡർ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അത് ഓർഡർ കണ്ടില്ല, പിന്നെ ആ ഓർഡർ അവർ അയച്ചു എന്ന് പറഞ്ഞു. അത് പിന്നെ എന്തോ ഈ ട്രിവാൻഡ്രം സർജിക്കൽസിലെ മറ്റോ ആണ് അത് സപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ. അതെ സാർ, അത് അന്ന് ഞാനിത് ഒരുപാട് ഇതിനകത്ത് ഇടപെടുകയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അവസാനം അത് അന്ന് 2 ആഴ്ചക്കകത്ത് അത് വളരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിച്ചതിൻ്റെ പേരിലാണ് അത് അന്ന് 2 ആഴ്ചക്കകത്തെങ്കിലും കിട്ടിയതും ഓപ്പറേഷൻ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു പാസ് ഹിസ്റ്ററി ഉള്ളതാണ്, അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതാണ്. ഇത് കിട്ടുമ്പോൾ നമ്മൾ ഇനി ഓർഡറായി അവർ പൈസ അടച്ചാൽ പോലും ഈ മെറ്റീരിയൽ പെട്ടെന്ന് കിട്ടണമെന്നില്ല. അവർക്കത് അഡ്വാൻസ് ആയിട്ട് തന്നെ കൊടുത്ത് അവരെ വരുത്തി എടുക്കേണ്ടതാണ്. അപ്പോൾ അറിയാമായിട്ട് പോലും ഇത്തവണയും ഇതേ കാര്യങ്ങൾ. അതെ, ഇത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ബ്യൂറോക്രാറ്റിക് വിഭാഗം ആരോഗ്യവകുപ്പിലുണ്ട്. അതായത് ഇതിൻ്റെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാനോ ഇതിൻ്റെ നെസസിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാനോ ഇതെന്താണ് ഈ ഉപകരണമെന്നോ ഈ ഉപകരണത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ ഈ ഉപകരണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന രോഗികളുടെ അവസ്ഥയോ മനസ്സിലാക്കാത്ത ഒരു വിഭാഗം ആളുകൾ ആരോഗ്യവകുപ്പിലുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കണം ഇതിൻ്റെ കാരണം ഇതിനകത്ത് ടോപ്പിലുള്ള ഇപ്പം മിനിസ്റ്ററോ അല്ലെങ്കിൽ അവരെ പിന്നെ അവിടെ മേലധികാരികളോ അവർ എല്ലാം നമുക്കിവിടെ വരുമ്പോൾ നമ്മൾ മീറ്റിങ്ങുകൾക്കൊക്കെ വരുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് പണം ഒരു പ്രശ്നമല്ല, ഇത് ആശുപത്രി മെഡിക്കൽ കോളേജ് പ്രശസ്തമായ സ്ഥാപനമാണ്, ഇവിടെ നമുക്ക് പണം ഒരു പ്രശ്നമേ അല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ ശരിയായിരിക്കും, അവർ ഇതിനകത്ത് പിന്നെ മിനിസ്റ്റർ മുതൽ ഇപ്പം അവിടെ ഭരണാധികാരികൾ ഇതിനകത്ത് ഇത് സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിരിക്കും, ഇവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹരിക്കാൻ അവർ തയ്യാറായിരിക്കും. പക്ഷേ ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഏതോ ഒരു ഘടകമാണ് ഇതിനെ തടസ്സപ്പെടുത്തുന്നത്. ഞാൻ തുറന്നു ചോദിക്കട്ടെ ഡോക്ടർ ഹാരിസ്, അതിന് പിന്നിൽ എന്തെങ്കിലും താല്പര്യങ്ങളുള്ളതായിട്ട് സംശയിക്കുന്നുണ്ടോ? അതായത് ഇവിടെ സർജറി മുടങ്ങുമ്പോൾ സ്വാഭാവികമായും പുറത്തായിരിക്കുമല്ലോ മറ്റുള്ളവർക്ക് അതിൻ്റെ ഗുണം കിട്ടുക. നമുക്ക് പല വിഷയത്തിൽ ചിന്തിക്കേണ്ടി വരും സാർ. ഇതിനകത്ത് എന്താണ് ഇവർക്ക് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണോ അതോ ഈ നമ്മുടെ സമൂഹത്തിലുള്ള പൊതുവെയുള്ള ചുവപ്പ് നാടയാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ഇതുപോലത്തെ പിന്നെ പ്രത്യേകിച്ച് വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളുണ്ടോ ഒന്നും അറിയില്ല. എന്താണെന്നുള്ളത് നമുക്ക് ഇതിനുള്ളിൽ ലോബി ഉള്ളതായിട്ട് പണ്ടൊക്കെ നമ്മൾ സ്ഥിരം റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. ചില സാഹചര്യങ്ങളിൽ സ്കാനിങ് മെഷീൻ പ്രവർത്തിക്കുന്നില്ല, ചില സാഹചര്യങ്ങളിൽ ലാബ് മെഷീൻസ് പ്രവർത്തിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ പലതവണ വാർത്ത ചെയ്തിട്ടുണ്ട്, നമ്മൾ മറ്റ് ചാനലുകളിലായിരുന്ന സമയത്തുമെല്ലാം. അപ്പോഴെല്ലാം ചില താല്പര്യക്കാരുണ്ടാവും,
ചിലപ്പോൾ ഡോക്ടർമാരായിരിക്കും, അതല്ലെങ്കിൽ അവിടുത്തെ സംവിധാനം തന്നെയായിരിക്കും. ഇതൊക്കെ പലതവണയും നമ്മൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് പല ഡോക്ടർമാരുടെ കാര്യത്തിൽ. അങ്ങയുടെ പേരിൽ നാളിതേ വരെ അത്തരത്തിലുള്ള ഒരു കുറ്റവും ആരും ആരോപിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, തികച്ചും സത്യസന്ധമായിട്ടാണ് താങ്കൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ലോബിയിങ് ഈ വകുപ്പിലുണ്ടോ? അതിന് വ്യക്തമായ തെളിവൊന്നും കിട്ടിയിട്ടില്ല. അതിനേക്ക് മറുപടി പറയാൻ പറ്റില്ല. അത് നമുക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവുമല്ലോ. എന്തായാലും നമുക്ക് സാറ് ചോദിച്ച ഒരു ചോദ്യത്തിന് സാറിന് തന്നെ ഒരു ഉത്തരവുണ്ടല്ലോ, അത് എല്ലാവരുടെയും കയ്യിൽ കാണും. സംശയിക്കാവുന്നതാണ് എന്നതാണ് അത്, പക്ഷേ തെളിവില്ല. ഡോക്ടർ, ഒരു കാര്യം കൂടി, ഡോക്ടർ ഇപ്പോൾ ഇത്രയും വർഷം സർവീസായി, എത്ര വർഷം ഡോക്ടർ സർവീസായി? എനിക്ക് തോന്നുന്നു ഇടക്കാലം ഒഴിച്ച് ബാക്കിയെല്ലാം ഈ സർക്കാർ സർവീസിലായിരുന്നു താങ്കൾ പണിയെടുത്തത്. കഴിഞ്ഞ വർഷം തന്നെ താങ്കൾ ഇപ്പോൾ പറഞ്ഞു 360 ദിവസവും ഈ സർവീസിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയും ആത്മാർത്ഥമായി പണിയെടുക്കുന്നു ഡോക്ടർ എന്ന് അറിയാമായിരുന്നവരായിരിക്കുമല്ലോ സൂപ്രണ്ട് അടക്കമുള്ളവർ. എന്നിട്ടും സൂപ്രണ്ട് ഇന്നലെ ഡോക്ടറെ തള്ളി പറഞ്ഞത് എന്തിനാണ്? അതെ, അറിയാം. അവർക്കതേ പറ്റുള്ളൂ സാർ, അത് അവർക്ക് അങ്ങനെ പറ്റുള്ളൂ. അവർക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് നിരാശ തോന്നിയില്ലേ ഡോക്ടർ? എല്ലാം നിരാശ തോന്നിയിട്ടില്ല. ഇത് കാരണം ഇതിന് മുമ്പ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് നടന്ന പ്രശ്നങ്ങളിലും ഒക്കെ അവർ അങ്ങനെ ഡോക്ടർമാരെ ആരെയും ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒരിക്കലും. എനിക്ക് മുമ്പ് ഇരുന്ന ഡോക്ടറും ഇതുപോലെ പിന്നെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്ന ഡോക്ടർക്കും അന്ന് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇവരെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അന്ന് അദ്ദേഹത്തിനെതിരെ അവർക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പല ഡോക്ടർമാർക്കെതിരെ ഇതുപോലുള്ള ദുരാരോപണങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഒന്നും അവരൊന്നും ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവർക്ക് സൂപ്രണ്ട് അങ്ങനെ ഇവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല.